ശബ്ദാൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്ന കംബാക്കിനെ കുറിച്ചാണ്. കംബാക്ക് ഈസ് ഓൾവേസ് സ്ട്രോങ്ങർ ദാൻ സെറ്റ് ബാക്ക്. തിരിച്ചടികൾ ഉണ്ടാവാത്ത മനുഷ്യരില്ല ലൈഫിൽ. എന്നാൽ ഒരുപാട് ആളുകൾ അവരുടെ മോശം സിറ്റുവേഷനെ പഴിച്ചും പല മോശം സംഭവങ്ങളും പല മനുഷ്യനും അത് പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ട് വീണ്ടും മുൻപോട്ട് വരാൻ കഴിയുന്നില്ല. പലരുടെ ലൈഫ് മോശമായിട്ടുള്ള സിറ്റുവേഷൻസിൽ പലരും വീണു പോകുന്നു. പിന്നീട് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റോ അവർ ബിൽഡ് ചെയ്യുന്നില്ലാത്തതാണ് ആ ഒരു അവസ്ഥയ്ക്ക് കാരണം. പലപ്പോഴും നമ്മുടെ ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലായിരിക്കാം നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഒരിക്കൽ ഒരു വ്യക്തി പറഞ്ഞൊരു മനോഹരമായ ഒരു വാക്കുണ്ട്: ഒരിക്കലും പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളുടെ ഉള്ളിലൂടെ മാത്രമാണ് നമുക്ക് മുന്നോട്ട് നമ്മളെന്താണ് പർപ്പസ്, നമ്മളെന്താണ് ചിന്തിക്കുന്നത്, അത് നമ്മൾ അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാത്രം നമ്മുടെ ലൈഫിൽ കൂടുകയുള്ളൂ. നമുക്ക് എന്താണ് ഒരു സ്ട്രഗിൾ മൊമെന്റ്സ് നമ്മുടെ ലൈഫിൽ വരണം. എങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ആസ് എ പേഴ്സൺ നമ്മൾ അത്ര സ്ട്രോങ് ആവുള്ളൂ. പലപ്പോഴും പല ആൾക്കാർ പ്രശ്നങ്ങൾ ശ്രമിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് തന്നെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല ആൾക്കാർ കടബാധ്യതയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ മോശം സിറ്റുവേഷൻ്റെ പേരിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളുടെ പേരിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്ത് നമ്മൾക്ക് എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലോട്ട് അടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലക്ഷ്യത്തിൽ അടുക്കും. ലൈഫ് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ പല മാറ്റങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കും. പല ആളുകളും നമ്മൾ കണ്ടുമുട്ടാം, പല മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരാം. ഇതൊക്കെ പോസിബിൾ ആണ്. അതാണ് ലൈഫ് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന രീതിയിൽ സംഭവിച്ചു, അപ്പോൾ നാളെ ഇതുപോലെ സംഭവിക്കണമെന്നില്ല. പല മാറ്റങ്ങളും നമ്മുടെ ലൈഫിൽ വരും. നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാ സിറ്റുവേഷൻസിനെ ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. തിരിച്ചടികൾ എപ്പോഴും നല്ലതാണ്. തിരിച്ചടികൾ ഒരു അനുഗ്രഹമാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ തിരിച്ചടികളിൽ നിന്നാണ് നമ്മളെ കൂടുതൽ ശക്തമാക്കുന്നത്. നമ്മുടെ തിരിച്ചടികൾ നമുക്ക് വേണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷനിലോട്ട് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് തിരിച്ചടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ മോശം സിറ്റുവേഷൻസ് ലൈഫിൽ വരാതിരിക്കാൻ വേണ്ടി പലതിൽ നിന്ന് പേടിച്ച് മാറി പല അവസ്ഥയിലോട്ടും പോകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും വിജയം ആസ്വദിക്കാൻ പറ്റില്ല. വിജയം എന്നുള്ളത് ഒരിക്കലും പരാജയങ്ങളിൽ നിന്ന് മാത്രം നേടിയെടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ നേടുന്ന ഓരോ മൊമെന്റ്സും നമ്മുടെ ലൈഫിൽ ഓരോ അറിവുകളുണ്ട്, ഓരോ സാക്രിഫൈസ് മൊമെന്റ്സ് ഉണ്ട്, ഓരോ അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ ആ ഒരു സ്ട്രോങ് പേഴ്സണായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയം ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും ഒരു പോരാളിയായി മാറണം. ശരിക്കും ഒരു വാരിയർ എന്താണ് ചിന്തിക്കുന്നത്? വാരിയർ ഒരിക്കലും പല സിറ്റുവേഷൻസും കണ്ടിട്ട് അയാൾ പേടിച്ച് ഒളിക്കുകയല്ല. അയാൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി തൻ്റെ മരണം വരെ പോരാടി തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നു. അതാണ്. ചിലപ്പോൾ മരിക്കാം, അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം നേടാം. ആ ഒരു ചിന്തയാണ് വാരിയറിനുള്ളത്. എന്നൊരു മനോഭാവമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് എന്തും ലോകത്ത് നേടാം. ഈ ലോകത്ത് പരാജയപ്പെട്ടവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പലതിൽ നിന്ന് പിന്മാറിയവർ ഒരിക്കലും ഒന്നും നേടില്ല. വിന്നേഴ്സ് ഒരിക്കലും പിന്മാറുന്നില്ല. വിന്നേഴ്സ് അവരെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ആ മിസ്റ്റേക്കുകൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് അവരുടെ ലക്ഷ്യം കീഴടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആസ് എ പേഴ്സൺ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അയാൾ നാളെ ഫ്യൂച്ചറിൽ എന്താവുമെന്ന്. പല ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അവരുടെ കറണ്ട് സിറ്റുവേഷൻസ് വെച്ചിട്ട് പലരെയും ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ആ ഒരു ജഡ്ജ് കൊണ്ട് അയാൾ ആസ് എ പേഴ്സൺ അയാൾ എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും അയാൾ ആയിത്തീരുന്നത്. അയാളുടെ കോൺഫിഡൻസ്, അയാളുടെ പോസിറ്റിവിറ്റി അത് തന്നെയായിരിക്കും അയാളുടെ ലൈഫിൽ അയാളുടെ ലക്ഷ്യത്തിൽ എത്തുന്നത്. പലപ്പോഴും പല പ്രശ്നങ്ങളിൽ അയാൾ വീണ് പോന്നിട്ടുണ്ടാകാം. പക്ഷെ ഒരിക്കലും നെഗറ്റീവ് ചിന്ത എന്തുകൊണ്ടോ ആ നെഗറ്റീവ് സിറ്റുവേഷൻസിന് ഒരിക്കലും ഒരു ചിന്ത കൊണ്ടല്ല അയാൾ ജീവിക്കുന്നത്. അയാൾ വീണ്ടും മുൻപോട്ട് പോകുന്നു. തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അയാൾ ഓടുന്നു. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വിജയം. ഒരിക്കലും ഭീരുക്കൾക്ക് ഒന്നും നേടാൻ കഴിയില്ല. വിജയിക്കുന്നവർ ധൈര്യം വേണം. ആ ധൈര്യം ഉള്ളവർ മാത്രമാണ് ഈ ലോകത്ത് വിജയിച്ച വെറും 1% മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വിജയം നേടിയെടുക്കാൻ കഴിയാത്തത്. താങ്ക് യു.